വെൽക്കം ടു ഓൾ. എല്ലാവർക്കും സീക്രട്ട് എസിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ചെറിയൊരു ടോപ്പിക്കാണ്, സ്പെഷ്യൽ ടോപ്പിക്കാണ്. SI പോലീസ് കോൺസ്റ്റബിൾ എക്സാംസിലേക്ക് വരാവുന്ന ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ BNS സെക്ഷൻ 75 വിഷയമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ഇഷ്ടമാണ്, നമ്മുടെ ക്ലാസ്സിലൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതുപോലെ തന്നെ SCRT ക്ലാസ്സിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. സെക്ഷൻ 68. സെക്ഷൻ 68 പറയുന്നത് എന്താണ്? അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തി നടത്തുന്ന ലൈംഗിക വീഴ്ചയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഈ സെക്ഷൻ 68 എന്ന് പറയുന്നത്. അതായത് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായുള്ള കുറ്റകൃത്യങ്ങളാണ്. അപ്പൊ ഇതിലെ സെക്ഷൻ 68 പറയുന്നത് എന്താണ്? അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തി നടത്തുന്ന ലൈംഗിക വീഴ്ചയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ്? സെക്ഷൻ 68 ഇനി സെക്ഷൻ 68 പ്രകാരം പ്രതിപാദിക്കുന്ന അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ്? അതായത് സെക്ഷൻ 68 നമ്മൾ പറഞ്ഞു അല്ലെ, ഇങ്ങനെ അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തി നടത്തുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന അധികാരമുള്ള വ്യക്തികൾ എന്ന് പറയുന്നത് ആരാണ്? അധികാര സ്ഥാനത്തുള്ളതോ അല്ലെങ്കിൽ വിശ്വാസധിഷ്ഠിതമായ ബന്ധത്തിലുള്ള വ്യക്തിയാകാം, പൊതുസേവകനാകാം, ജയിൽ, റിമാൻഡ് ഹോം, നിയമപ്രകാരമുള്ള ഒരു കസ്റ്റഡി സ്ഥാപനം, സ്ത്രീകൾക്ക് കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്ഥാപനം എന്നിവയുടെ സൂപ്രണ്ടും മാനേജറുമാകാം, അല്ലെങ്കിൽ ആശുപത്രി ഭരണസമിതിയും ജീവനക്കാരുമാകാം. അപ്പൊ സെക്ഷൻ 68 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തി നടത്തുന്ന ലൈംഗിക വീഴ്ചയെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഈ അധികാരത്തിരിക്കുന്നവർ ആരായിരിക്കാം എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരാവാം? ഒന്നില്ലെങ്കിൽ അധികാര സ്ഥാനത്തുള്ളത് അല്ലെങ്കിൽ വിശ്വസ്താധിഷ്ഠിതം അല്ലെങ്കിൽ ബന്ധത്തിലുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ പൊതുസേവകനാകാം, ജയിൽ റിമാൻഡർ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് നിയമപ്രകാരം ഒരു കസ്റ്റഡി സ്ഥാപനം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് കുട്ടികൾക്കുള്ള വേണ്ടുന്ന സ്ഥാപനം എന്നിവരിലെ മാനേജർ അല്ലെങ്കിൽ സൂപ്രണ്ട് ആവാം, അല്ലെങ്കിൽ ആശുപത്രി ഭരണസമിതിയും ജീവനക്കാരും ആകാം. അധികാര സ്ഥാനത്തുള്ള വ്യക്തി തന്റെ പദവിയോ വിശ്വാസ അധിഷ്ഠിതമായ ബന്ധമോ ദുരുപയോഗപ്പെടുത്തി ഒരു സ്ത്രീ ലൈംഗിക വീഴ്ചയ്ക്ക് പ്രേരിപ്പിക്കുകയോ പ്രലോഭിപ്പിക്കുകയോ ചെയ്യുകയും അത്തരം വീഴ്ച ബലാത്സംഗമല്ലാതിരിക്കുകയുമായാൽ കുറ്റക്കാരനെതിരെ 5 വർഷത്തിൽ കുറയാത്തതും 10 വർഷം വരെയാകാവുന്നതുമായ കഠിന തടവും പിഴയും ശിക്ഷയുമായി വിധിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. അധികാര സ്ഥാനത്തുള്ള വ്യക്തി തന്റെ പദവി അല്ലെങ്കിൽ അത് വിശ്വസ്താധിഷ്ഠിതമായ ഒരു ബന്ധമൊക്കെ ആയിരിക്കാം, അത് ദുരുപയോഗപ്പെടുത്തിയിട്ട് ഒരു സ്ത്രീ ഇങ്ങനെ ലൈംഗിക വീഴ്ചയ്ക്ക് പ്രേരിപ്പിക്കുകയോ പ്രലോഭിപ്പിക്കുകയൊക്കെ ചെയ്യാണ്. പക്ഷെ ആള് ബലാത്സംഗത്തിന് ഇരയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൾക്ക് എത്രയാണ് തടവ് പറയുന്നത്? 5 വർഷത്തിൽ കുറയാത്തതും 10 വർഷം വരെയാകുന്നതുമായ കഠിന തടവും പിഴയും ശിക്ഷയുമാണ് ലഭിക്കുന്നത്. വകുപ്പ് 68 പ്രകാരമുള്ള കുറ്റം കൊഗൈൻസിബിളും ജാമ്യമില്ലാത്തതും ഒത്തുതീർപ്പാക്കാൻ സാധിക്കാത്തതും സെഷൻസ് കോടതിക്ക് വിചാരണ അധികാരമുള്ളതുമാകുന്നു. അപ്പൊ 68 പ്രകാരം എന്ന് പറയുന്ന കുറ്റം എന്ന് പറയുന്നത് നമുക്ക് ജാമ്യമൊന്നും കിട്ടാത്ത ഒരു വകുപ്പാണ് ഈ 68ാമത്തെ വകുപ്പ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? 68ാമത്തെ കുറിച്ച് എന്താണ് പറഞ്ഞത്? 68ലെ വകുപ്പിൽ പറയുന്ന അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളെ കുറിച്ചിട്ടാണ് അല്ലെ. ഈ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒന്നില്ലെങ്കിൽ ഇത് നോക്കി നടത്തുന്ന എന്തെങ്കിലും സ്ത്രീകൾക്ക് കുട്ടികൾക്കെതിരെയുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കാം, അവരെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ജയിൽ അല്ലെങ്കിൽ റിമാൻഡ് ഹോം ഉണ്ടായിരിക്കാം, അങ്ങനെ അവിടുത്തെ മാനേജർ അല്ലെങ്കിൽ സൂപ്രണ്ട് ആവാം, അല്ലെങ്കിൽ ആശുപത്രി ഭരണാധികാരികളായിരിക്കാം. ഇവരൊക്കെയാണ് ആ ഒരു ഭാഗത്ത് വരുന്നത്, അല്ലെങ്കിൽ പൊതുസേവകനാകാം. അങ്ങനെ നമ്മള് അവരുടെ ബന്ധത്തെ തന്നെ ബന്ധത്തെ തന്നെ ദുരുപയോഗപ്പെടുത്താണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ബലാത്സംഗമല്ല, പക്ഷെ എന്താണ് ലൈംഗിക വീഴ്ച പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെ പ്രേരിപ്പിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് എത്രയാണെന്നോ പറഞ്ഞു? 10 വർഷം വരെ അല്ലെ. 10 വർഷം വരെയാണ്, അതായത് 5 വർഷത്തിൽ കുറയാത്തതും 10 വർഷം വരെയാണ് കഠിന തടവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിഴയും ശിക്ഷയായിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു വകുപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? ജാമ്യമില്ലാത്ത ഒരു വകുപ്പാണ് അല്ലെ. ജാമ്യമില്ലാത്ത ഒരു വകുപ്പാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം സെക്ഷൻ 69. 68 ക്ലിയർ ആയല്ലോ. സെക്ഷൻ 69 എന്ന് വെച്ചാൽ വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെ ഒരു സ്ത്രീയെ ലൈംഗിക വീഴ്ചയ്ക്ക് വിധേയമാക്കുന്നത് കുറ്റകരമാണെന്ന് വിശദമാക്കുന്ന വകുപ്പാണ് സെക്ഷൻ 69 എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്താണ് പറയുന്നത്? ഒരു സ്ത്രീയെ വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെയാണ് ചെയ്യുന്നതെങ്കിൽ ആളെ വിധേയമാക്കുന്നതെങ്കിൽ അതിന്റെ വകുപ്പ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? സെക്ഷൻ 69 ഈ വകുപ്പ് പ്രകാരം ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെയോ വിവാഹം കഴിക്കാമെന്ന വ്യാജ വാഗ്ദാനം നൽകിയോ
ആ വാഗ്ദാനം പാലിക്കാൻ ഉദ്ദേശമില്ലാതെയോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അത് കുറ്റകരമാണ്. എന്താ പറഞ്ഞത്? ഈ വകുപ്പ് പ്രകാരം ഒരു പുരുഷൻ ഒരു സ്ത്രീ വഞ്ചനാപരമായിട്ടാണ് ആൾ അതായത് വിവാഹം കഴിക്കാമെന്ന് പറയാണ്, വ്യാജ വാഗ്ദാനം നൽകിയാണ്, ശരിക്കും പറഞ്ഞാൽ ആ വാഗ്ദാനം പാലിക്കാനുള്ള ഉദ്ദേശം ആൾക്കില്ല, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതെന്താണ്? കുറ്റകരമാണ്. ജോലി വാഗ്ദാനം ചെയ്യുക, സ്ഥാനക്കയറ്റം വാഗ്ദാനം ചെയ്യുക, അല്ലെങ്കിൽ സ്വത്തം മറച്ചു വെച്ച് വിവാഹം കഴിക്കാമെന്ന് പ്രേരിപ്പിക്കൊക്കെ വഞ്ചനാപരമായ മാർഗങ്ങൾ ഉൾപ്പെടുന്നതാണ്. അതായത് 69 വരുന്നത് കൂടുതലും വഞ്ചനാപരമായിട്ട് കാര്യങ്ങളാണ് അല്ലെ. നുണ പറഞ്ഞിട്ട് ആളെ വിശ്വസിപ്പിച്ച് വിവാഹം കഴിപ്പിക്കാമെന്ന് പറയാം, അല്ലെങ്കിൽ ജോലി നൽകാമെന്ന് പറയാം, അല്ലെങ്കിൽ സ്ഥാനക്കയറ്റം വാഗ്ദാനം ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യുകയാണ്. എന്നിട്ടാണ് അങ്ങനത്തെ സംഭവങ്ങളാണ് പ്രേരണ കേട്ടോ ഈ വഞ്ചനാ കുറ്റത്തിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് എന്നാണ് പറയുന്നത്, സെക്ഷൻ 69 പ്രകാരമുള്ള കുറ്റത്തിന് 10 വർഷം വരെ തടവും പിഴയും ശിക്ഷയായി ലഭിക്കും. ഈ വകുപ്പ് പ്രകാരമുള്ള കുറ്റം കൊഗൈൻസിബിളും ജാമ്യം ഇല്ലാത്തതും ഒത്തുതീർപ്പാക്കാൻ സാധിക്കാത്തതും സെഷൻസ് കോടതിക്ക് വിചാരണ അധികാരമുള്ളതാണ്. അതായത് 68 പറഞ്ഞ നമ്മൾ അതേ ക്വസ്റ്റ്യനുകളെ പറയുന്നത്. 69 ജാമ്യം ഇല്ലാതാണ്, ഒത്തുതീർപ്പാക്കാനായിട്ട് പറ്റാത്ത കാര്യമാണ്. ഒക്കെയാണല്ലോ. 68 നമ്മൾ പറഞ്ഞതാണ് അധികാര സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറഞ്ഞല്ലേ. അധികാര സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ടാണ് പറഞ്ഞത്, അവർ ചെയ്യുന്ന തെറ്റായ പ്രവൃത്തിയെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി സെക്ഷൻ 69 പറഞ്ഞ എന്താണ്? സെക്ഷൻ 69 വരുന്നതാണ് വഞ്ചനാപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ ഈ ലൈംഗിക വീഴ്ചയിലേക്ക് പ്രേരിപ്പിക്കുന്ന ആൾക്കാരെ കുറിച്ചിട്ടാണ് ഈ സെക്ഷൻ 69 പറയുന്നത്. ഇനി നമുക്ക് സെക്ഷൻ 70 നോക്കാം. സെക്ഷൻ 70 എന്താണ് പറയുന്നത്? കൂട്ടബലാത്സംഗത്തെ കുറിച്ച് വിവരിക്കുന്ന BNS വകുപ്പാണ് സെക്ഷൻ 70 എന്ന് പറയുന്നത്. അപ്പൊ സെക്ഷൻ 70 എന്ന് വെച്ചാൽ കൂട്ടബലാത്സംഗത്തെ കുറിച്ചിട്ടാണ് വിവരിക്കുന്നത്. നിയമത്തിലെ വകുപ്പ് 70(1) പ്രകാരം ഒരു സ്ത്രീയെ ഒരു സംഘത്തിലെ ഒന്നോ അതിലധികമോ വ്യക്തികൾ ചേർന്ന് ബലാത്സംഗം ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തികളിൽ ഓരോരുത്തരും ബലാത്സംഗ കുറ്റം ചെയ്തതായി കണക്കാക്കുകയും 20 വർഷത്തിൽ കുറയാത്തതിനാൽ സ്വാഭാവിക ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലയളവ് വരെ നഷ്ടമുണ്ടാക്കുന്ന ജീവപര്യന്തം വരെ നീണ്ടു നിൽക്കുന്നതുമായ കഠിന തടവും പിഴയും ശിക്ഷ ലഭിക്കുന്നതാണ്. അപ്പൊ ഞാൻ പറയുന്നത് ഈ 70 പറയുന്നതാണ് കൂട്ടബലാത്സംഗത്തെ കുറിച്ച് വിവരിക്കുന്നതാണ് ഈ വകുപ്പ് സെക്ഷൻ 70 എന്ന് പറയുന്നത്. ഈ സെക്ഷൻ 70(1) പ്രകാരം പറയുന്നത് എന്താണ്? ഒരു സ്ത്രീ ഒന്നിലധികം വ്യക്തികളാണ് അല്ലെ ചേർന്ന് ബലാത്സംഗം ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തികളിൽ ഓരോരുത്തരും എന്നാണ് ബലാത്സംഗം കുറ്റം ചെയ്തതായിട്ട് കണക്കാക്കാണ്. അതുപോലെ തന്നെ 20 വർഷത്തിൽ കുറയാത്തതായിട്ടുള്ള എന്താണ് ശിക്ഷ ലഭിക്കുകയാണ് ചെയ്യുന്നത്. കഠിന തടവ് ലഭിക്കും, പിഴയും ശിക്ഷയ്ക്ക് ലഭിക്കും. ചുമത്തപ്പെടുന്ന പിഴ ഇരയുടെ ചികിത്സാ ചെലവുകളും പുനരധിവാസവും നിറവേറ്റുന്നതിന് ന്യായവും നീതിയുക്തവുമായിരിക്കണം. കൂടാതെ ഈ വകുപ്പ് പ്രകാരം ചുമത്തുന്ന ഏതൊരു പിഴയും ഇരയ്ക്ക് നൽകേണ്ടതാണ്. എന്താ പറയുന്നത്? ഇങ്ങനെ ചുമത്തപ്പെടുന്ന ഒരു പിഴയുണ്ടല്ലോ, ഈ പിഴ എന്ന് പറയുന്നത് ഈ ഇരയുടെ ചികിത്സാ ചെലവും പുനരധിവാസവും അതൊക്കെ കൂടിയിട്ട് പറയുന്നതാണ് ഈ ചുമത്തപ്പെടുന്ന പിഴ എന്ന് പറയുന്നത്. ആ പിഴ എന്തായാലും കൊടുക്കേണ്ടതാണ്. അപ്പൊ നമ്മൾ 71 കഴിഞ്ഞു കേട്ടോ. ഇനി 72 നമ്മൾ ഒന്നുകൂടെ പറയണേ നോക്കാം. നിയമത്തിലെ വകുപ്പ് 72 പ്രകാരം 18 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു സ്ത്രീയെ ഒരു സംഘത്തിൽ ഒന്നോ അതിലധികമോ വ്യക്തികൾ ചേർന്ന് ബലാത്സംഗം ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തികൾ ഓരോരുത്തരും ബലാത്സംഗ കുറ്റം ചെയ്തതായി കണക്കാക്കുകയും സ്വാഭാവിക ജീവിതത്തിന്റെ ശേഷിക്കുന്ന കാലയളവ് വരെ നർത്തമാക്കുന്ന ജീവപര്യന്തം കഠിന തടവിനും പിഴയ്ക്കും അല്ലെങ്കിൽ വധശിക്ഷയ്ക്കും ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. എന്താ പറയുന്നത്? നിയമത്തിലെ വകുപ്പ് 72. 71 നമ്മൾ പറഞ്ഞ എന്താണ്? എല്ലാ സ്ത്രീകളെയും കുറിച്ചിട്ട് പറഞ്ഞു അല്ലെ. 72 എന്ന് പറയുമ്പോൾ എടുത്തു പറയാണ് 18 വയസ്സിന് താഴെയുള്ള പ്രായമുള്ള ഒരു സ്ത്രീയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ അതുപോലെ തന്നെ ഓരോരുത്തരെയും ബലാത്സംഗം കുറ്റം ചെയ്തതായിട്ട് കണക്കാക്കാണ്. അവർക്ക് ഇതുപോലെ തന്നെ എന്താണ് ശിക്ഷ ലഭിക്കുന്നത്? ജീവപര്യന്തം വരെയാണ്. ജീവപര്യന്തം വരെ കഠിന തടവ്, പിഴയും ശിക്ഷയും വധശിക്ഷയൊക്കെ ലഭിക്കുന്നതാണ് പറയുന്നത്. പക്ഷെ കിട്ടിയിട്ടുണ്ടോ അവിടെ? ചുമത്തപ്പെടുന്ന പിഴ ഇരയുടെ ചികിത്സാ ചെലവുകളും പുനരധിവാസവും നിറവേറ്റുന്നതിനും ന്യായവും നീതിയുക്തവുമായിരിക്കണം. കൂടാതെ ഈ വകുപ്പ് പ്രകാരം ചുമത്തുന്ന ഏതൊരു പിഴയും ഇരയ്ക്ക് നൽകേണ്ടതാണ്. അപ്പൊ എന്താ പറയുന്നത്? അങ്ങനെ ഒരു ചുമത്തപ്പെടുന്ന ഒരു പിഴ ഉണ്ടല്ലോ, അത് എന്തായാലും നൽകണം എന്നാണ് പറയുന്നത്. അതായത് ചികിത്സാ ചെലവും പുനരധിവാസവും നിറവേറ്റുന്നതിന് ന്യായവും നീതിയുക്തവുമായിട്ടുള്ളതായിരിക്കണം. അതുപോലെ തന്നെ ഏതൊരു പിഴയും ഒരു ശിക്ഷയ്ക്ക് നൽകേണ്ടതാണ്. ഈ വകുപ്പ് പ്രകാരമുള്ള കുറ്റം കൊഗൈനിസിബിളും ജാമ്യമില്ലാത്തതും ഒത്തുതീർപ്പാക്കാൻ സാധിക്കാത്തതും സെഷൻസ് കോടതിക്ക് വിചാരണ അധികാരം ഉള്ളതും ആക്കുന്നു. അപ്പൊ എന്താണ് പറയുന്നത്? നമുക്ക് ഇത് പ്രകാരം ജാമ്യമൊന്നും ലഭിക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജാമ്യമൊന്നും ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ അത് തീർപ്പാക്കാനൊന്നും സാധിക്കാത്ത കാര്യമാണ്. അപ്പൊ നമ്മൾ 70 പഠിച്ചു കഴിഞ്ഞു. സെക്ഷൻ 70 നമ്മൾ പറഞ്ഞത് എന്താണ്? കൂട്ടബലാത്സംഗത്തെ കുറിച്ച് പറഞ്ഞു. 71 നമ്മൾ എല്ലാ സ്ത്രീകളെയും കുറിച്ച് പറഞ്ഞു അല്ലെ. എല്ലാ സ്ത്രീകളെയും കുറിച്ചിട്ടാണ് പറഞ്ഞത്.
അതായത് ഓരോ സ്ത്രീയും ഇത് സംഘത്തിലെ ആൾക്കാർ കൂട്ടബലാത്സംഗം ചെയ്യപ്പെടുകയാണെങ്കിൽ അതിൽ ഓരോ വ്യക്തിക്കും അതിന് പങ്കുണ്ട്, ഓരോ വ്യക്തിക്കും ഓരോ ശിക്ഷ ലഭിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അതിനുള്ള എല്ലാ ചികിത്സാ ചെലവ് അടക്കം എല്ലാ കാര്യങ്ങളും ചെയ്യണം, പിഴയൊക്കെ നൽകണം എന്ന് പറയുന്നുണ്ട്. 72-ലാണെന്നുണ്ടെങ്കിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ജീവപര്യന്തം ശിക്ഷ, അല്ലെ, ജീവപര്യന്തം വരെ ശിക്ഷ ലഭിക്കും എന്നും പറയുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. അതായത് നമുക്ക് കൂട്ടബലാത്സംഗത്തിന് ഇരയാവാണെന്നുണ്ടെങ്കിൽ ജീവപര്യന്ത ശിക്ഷ ലഭിക്കുമെന്നാണ് പറയുന്നത്. ഇനി എന്താണ് പറയുന്നത്? സെക്ഷൻ 71 പറയുന്നത് എന്താണ്? ആവർത്തിച്ച് കുറ്റം ചെയ്യുന്നവർക്കുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 71 പറയുന്നത്. എന്നാണ്? ആവർത്തിച്ച് കുറ്റം ചെയ്യുന്നവർക്കുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ്, അല്ലെ? ആവർത്തിച്ച് കുറ്റം ചെയ്യുന്നവർക്കെതിരെയുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് 64, 65, 66, 70 വകുപ്പുകൾ പ്രകാരം കുറ്റകൃത്യം ചെയ്ത വ്യക്തി കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ സ്വാഭാവിക ജീവിതത്തിന്റെ അവസാനം വരെ നർത്തമാക്കുന്ന ജീവപര്യന്തം തടവിനോ വധശിക്ഷയ്ക്കോ വിധിക്കപ്പെടാവുന്നതാണ്. അതായത് സെക്ഷൻ 70 പ്രകാരം പറയുന്നത് എന്താണ്? നമ്മൾ കൂട്ടബലാത്സംഗത്തെ കുറിച്ച് പറഞ്ഞു, അതിലെ അധികാരികളെ കുറിച്ച് പറഞ്ഞു, അല്ലെ? അപ്പൊ ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും എന്താണ് പറയുന്നത്? ഇതൊക്കെ ആവർത്തിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെന്താണ്? ജീവപര്യന്തം വരെ കഠിന തടവ് ലഭിക്കുന്നതാണ് സെക്ഷൻ 71 പ്രകാരം. ഈ വകുപ്പ് പ്രകാരമുള്ള കുറ്റം കൊഗൈനിസിബിളും ജാമ്യമില്ലാത്തതും ഒത്തുതീർപ്പാക്കാൻ സാധിക്കാത്തതും സെഷൻസ് കോടതിക്ക് വിചാരണ അധികാരമുള്ളതും ആകുന്നു. അപ്പൊ ഇതും എന്ന് പറയുന്നത് എന്താണ് പറയുന്നത്? ജാമ്യമില്ലാത്തതാണ്, ഒത്തുതീർപ്പാക്കാൻ സാധിക്കാത്തതാണ്. അപ്പൊ നമ്മളൊക്കെയാണ് പറഞ്ഞത് സെക്ഷൻ 68 പ്രകാരം നമ്മൾ പറഞ്ഞു അധികാര സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തി നടത്തുന്ന ലൈംഗിക വീഴ്ചയെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്ന് പറഞ്ഞു. സെക്ഷൻ 70 പറഞ്ഞു കൂട്ടബലാത്സംഗത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നു എന്ന് പറഞ്ഞു. സെക്ഷൻ 71 ആവർത്തിച്ച് കുറ്റം ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നു. ഇനി സെക്ഷൻ 72 പറയുന്നത് എന്താണ്? ചില പ്രത്യേക കുറ്റകൃത്യങ്ങളിലെ ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിനെ കുറിച്ചാണ് BENAC വകുപ്പിലെ 72 പ്രതിപാദിക്കുന്നത്. സെക്ഷൻ 72 എന്താ പറയുന്നത്? ചില പ്രത്യേക കുറ്റകൃത്യങ്ങളിലെ ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 72 പറയുന്നത്. ഈ വകുപ്പ് പ്രകാരം 64 മുതൽ 71 വരെയുള്ള വകുപ്പുകൾ പ്രകാരം കുറ്റം ആർക്കെതിരെയാണോ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് തോന്നിക്കുന്നത് അത്തരം വ്യക്തിയുടെ പേര് വിവരമോ തിരിച്ചറിയാൻ സഹായിക്കുന്ന വസ്തുതകളോ അച്ചടിക്കുന്നതും പ്രസിദ്ധീകരിക്കുന്നതും കുറ്റകരമാണ്. അപ്പൊ 72 പറയുന്നത് സ്വകാര്യത സംരക്ഷിക്കുന്നതിന്, ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് 64 മുതൽ 71 വകുപ്പുകൾ പ്രകാരം ആർക്കെതിരെയാണ് ഇത് കുറ്റം ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യപ്പെട്ടിരിക്കുന്നത് തോന്നുന്നത് ആ വ്യക്തിയുടെ പേര് തിരിച്ചറിയലൊന്നും പ്രസിദ്ധീകരിക്കാനായിട്ട് പാടില്ല, കുറ്റകരമാണ്. ഇത്തരം വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന വ്യക്തിക്ക് 2 വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാം എന്ന് പറയുന്ന 2 വർഷം വരെയാണ് ഇങ്ങനെ പ്രസിദ്ധീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലഭിക്കുന്ന പിഴയും ലഭിക്കും. ഈ വകുപ്പ് പ്രകാരം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഇരയുടെ വിവരങ്ങൾ വെളിപ്പെടുത്താം. ഏതൊക്കെയാണ്? പോലീസ് സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനോ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനോ നല്ല വിശ്വാസത്തോടെ അന്വേഷണ ആവശ്യങ്ങൾക്കായിട്ട് രേഖാമൂലം ഉത്തരവിട്ടാല് ഇരയുടെ രേഖാമൂലമുള്ള അനുമതിയോടെ ഇര മരിക്കുകയോ കുട്ടിയായിരിക്കുകയോ മാനസിക വൈകല്യമുള്ള വ്യക്തിയായിരിക്കുകയോ ചെയ്താൽ അവരുടെ അടുത്ത ബന്ധുക്കളുടെ രേഖാമൂലമുള്ള അനുമതിയോടെ. അപ്പൊ ഏതൊക്കെ കേസുകളിലാണ് എക്സെപ്ഷൻ പറയുന്നത്? ഏതിലൊക്കെയാണ്? അതായത് പോലീസ് സ്റ്റേഷന്റെ ചുമതല ഉദ്യോഗസ്ഥർക്ക് ഒരു വിശ്വാസം വരാണെന്നുണ്ടെങ്കിൽ, നല്ലൊരു അന്വേഷണ ഉത്തരവിടാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഇരയുടെ രേഖാമൂലമുള്ള ഇരയുടെ അനുമതി ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഈ മാനസിക വൈകല്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ രേഖാമൂലമുള്ള അനുമതി ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രസിദ്ധീകരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അവരെന്താ പറയുന്നത്? സെക്ഷൻ 70 എത്രയാ പറയുന്നത്? സെക്ഷൻ 72 പറഞ്ഞു, അല്ലെ? കുറ്റകൃത്യങ്ങളിൽ എന്താ പറയുന്നത്? ഇരകളുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ ആർട്ടിക്കിൾ 61 മുതൽ 71 പ്രകാരം സ്വകാര്യത സംരക്ഷിക്കുക, അതായത് പ്രസിദ്ധീകരിക്കുന്നത്, അല്ലെ, ഇരകളുടെ പേരും വിവരം വിശദീകരണങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്ന തെറ്റാണെന്നാണ് പറയുന്നത്. എന്നാൽ അവരുടെ അനുമതി ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രസിദ്ധീകരിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഇതെന്താണ് പറയുന്നത്? സെക്ഷൻ 73, അല്ലെ? സെക്ഷൻ 73. അതുപോലെ തന്നെ ഈ വകുപ്പ് പ്രകാരമുള്ള കുറ്റം കൊഗൈനിസിബിളും ജാമ്യമുള്ളതും ഒത്തുതീർപ്പാക്കാൻ സാധിക്കാത്തതും ഏത് മജിസ്ട്രേറ്റിനും വിചാരണ അധികാരമുള്ളതുമാണ്. അതായത് 72 പ്രസിദ്ധീകരണത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കുറ്റം ഒത്തുതീർപ്പാക്കാനൊന്നും പറ്റില്ല, പക്ഷെ ഏത് മജിസ്ട്രേറ്റിനും ഇതിനുള്ള അധികാരമുണ്ട്, വിചാരണയ്ക്കുള്ള അധികാരം ഉണ്ട്. ഇനി സെക്ഷൻ 73 നമുക്ക് നോക്കാം. കോടതിയുടെ അനുമതി ഇല്ലാതെ കോടതി നടപടികളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കാര്യം അച്ചടിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 73 എന്ന് പറയുന്നത്.
അതായത് കോടതിയുടെ അനുമതി ഇല്ലാതെ കോടതി നടപടികളുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കാര്യം പ്രസിദ്ധീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 72 സ്വകാര്യത സംരക്ഷിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. അതായത് ഇരയുടെ പേര് വിവരമൊന്നും വെളിപ്പെടുത്തുന്ന പറയുന്നത്. 73 ഈ കേസിനെ കുറിച്ച് പറയുന്ന പറയുന്നത് കോടതിയുടെ എല്ലാ കാര്യങ്ങളും പ്രസിദ്ധീകരിക്കരുത് എന്ന് പറയുന്ന ഒരു വകുപ്പാണ് സെക്ഷൻ 73 എന്ന് പറയുന്നത്. കോടതിയുടെ മുൻകൂർ അനുമതി ഇല്ലാതെ സെക്ഷൻ 72 പരാമർശിച്ചിട്ടുള്ള കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കോടതിയുടെ മുന്നിലുള്ള നടപടികളെ കുറിച്ച് ഏതെങ്കിലും കാര്യം അച്ചടിക്കുകയോ പ്രസിദ്ധീകരിക്കുകയോ ചെയ്താൽ ഏതൊരാൾക്കും 2 വർഷം വരെ തടവും പിഴയും ശിക്ഷയായി ലഭിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, 71 പ്രകാരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 വർഷം വരെ തടവ് പ്രസിദ്ധീകരിക്കുകയാണ് ലഭിക്കുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനും നമ്മൾ ലഭിക്കുന്നത് 2 വർഷം തടവ് തന്നെയാണ് ലഭിക്കേണ്ടത്. ഏതെങ്കിലും ഹൈക്കോടതിയുടെയോ സുപ്രീം കോടതിയുടെയോ വിധി ന്യായങ്ങൾ അച്ചടിക്കുന്നതോ പ്രസിദ്ധീകരിക്കുന്നതോ ഈ വകുപ്പ് പ്രകാരം കുറ്റകരമായി കണക്കാക്കില്ല. അതല്ല, ഹൈക്കോടതിയുടെയോ സുപ്രീം കോടതിയുടെ ഒക്കെ വിധി ന്യായങ്ങൾ ഉണ്ടല്ലോ, ഈ വിധിയാണ് അച്ചടിക്കുന്നത് അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷെ നടപടിക്രമങ്ങളൊന്നും പ്രസിദ്ധീകരിക്കാനായിട്ട് പാടില്ല. ഈ വകുപ്പ് പ്രകാരമുള്ള കുറ്റം കോഗ്നിറ്റബിളും ജാമ്യമുള്ളതും ഒത്തുതീർപ്പാക്കാൻ സാധിക്കാത്തതും ഏത് മജിസ്ട്രേറ്റിനും വിചാരണ അധികാരമുള്ളതുമാണ്. അപ്പൊ ഇതെന്തുണ്ട്? ജാമ്യമുണ്ട് അല്ലെ, ജാമ്യമുള്ളതാണ്. ഒത്തുതീർപ്പാക്കാൻ സാധിക്കാത്തതാണ്. ഏത് മജിസ്ട്രേറ്റിനും അധികാരം ചെയ്യാവുന്നതാണ്, വിചാരണ അധികാരം ഉള്ളതാണ്. അപ്പൊ സെക്ഷൻ 73 നമ്മൾ എന്താ പറയേണ്ട? കോടതിയുടെ അനുമതി ഇല്ലാതെ കോടതി നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 73 പറയുന്നത്. അങ്ങനെ പ്രസിദ്ധീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? 2 വർഷം വരെ തടവും പിഴയൊക്കെ ലഭിക്കുന്നതാണ്. ഇനി അതല്ല, വിധിയാണ്, വിധിന്യായങ്ങളാണെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതി ഹൈക്കോടതിക്ക് വിധിന്യായങ്ങളാണെന്നുണ്ടെങ്കിൽ അച്ചടിക്കുന്നതുകൊണ്ട് കുഴപ്പം വരുന്നില്ല. അതുപോലെ ജാമ്യമുണ്ട് അല്ലെ, ജാമ്യമുണ്ട്. ഒത്തുതീർപ്പുകാരായിട്ട് സാധിക്കില്ല. ഏത് മജിസ്ട്രേറ്റിനും വിചാരണ അധികാരം ഉള്ളതുമാണ്. നെക്സ്റ്റ് എന്താണ്? സെക്ഷൻ 74. ബാക്കിയൊക്കെ ക്ലിയർ ആയല്ലോ. സെക്ഷൻ 74 എന്താ പറയുന്നത്? ഒരു സ്ത്രീക്ക് മാനഹാനി വരുത്തുക എന്ന ഉദ്ദേശത്തോടെ അവരെ ആക്രമിക്കുകയോ കുറ്റകരമായ ബലം പ്രയോഗിക്കുകയോ ചെയ്യുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് 74 എന്ന് പറയുന്നത്. അതായത് ഒരു സ്ത്രീക്ക് മാനഹാനി വരുത്തുക എന്ന ഉദ്ദേശത്തോടെ അവരെ ആക്രമിക്കുകയാണ്, കുറ്റകരമായ നിലക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 74 എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരാൾ ഒരു സ്ത്രീയെ അവർക്ക് മാനഹാനി വരുത്തുക എന്ന ഉദ്ദേശത്തോടെ ആക്രമിക്കുകയോ കുറ്റകരമായ ബലം പ്രയോഗിക്കുകയോ ചെയ്താൽ അയാൾക്ക് 1 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ നീണ്ടു നിൽക്കാവുന്നതുമായ തടവും പിഴയും ശിക്ഷയായി ലഭിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ, അതായത് അവരെ മാനഹാനി വരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി അവരെ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ 5 വർഷം വരെ തടവ് ലഭിക്കുന്നതാണ്. ഈ വകുപ്പ് പ്രകാരമുള്ള കുറ്റം കൊഗ്നിറ്റബിളും ജാമ്യം ഇല്ലാത്തതും ഒത്തുതീർപ്പാക്കാൻ സാധിക്കാത്തതും ഏത് മജിസ്ട്രേറ്റിനും വിചാരണ അധികാരമുള്ളതുമാണ്. ജാമ്യമില്ല, ഒത്തുതീർപ്പാക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് പറഞ്ഞത്. സെക്ഷൻ 74 എന്താ പറയുന്നത്? ഒരു സ്ത്രീക്ക് മാനഹാനി വരുത്തുക എന്ന ഉദ്ദേശത്തോടെ അവരെ ആക്രമിക്കുക, കുറ്റകരമായ ബലം പ്രയോഗിക്കുക ചെയ്യുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ പറയുന്നത് സെക്ഷൻ 74 പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരാള് ഒരു സ്ത്രീ അങ്ങനെ ചെയ്യുകയാണ്, മാനഹാനി വരുത്തുക എന്ന ഉദ്ദേശത്തോടെ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണ് 5 വർഷം വരെ തടവും അതുപോലെ തന്നെ പിഴയും ശിക്ഷയായിട്ട് ലഭിക്കാം. ഇനി സെക്ഷൻ 75 നമുക്ക് നോക്കാം. ലൈംഗിക പീഡനത്തെയും അതിനുള്ള ശിക്ഷയെയും കുറിച്ച് പ്രതിപാദിക്കുന്ന BNS വകുപ്പാണ് സെക്ഷൻ 75 പറയുന്നത്. ലൈംഗിക പീഡനത്തെയും അതിനുള്ള ശിക്ഷയെയും കുറിച്ച് പ്രതിപാദിക്കുന്നത്, ലൈംഗിക പീഡനത്തെയും അതിനെ കുറിച്ചുള്ള ശിക്ഷയെയും കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് സെക്ഷൻ 75 എന്ന് പറയുന്നത്. ഈ വകുപ്പ് പ്രകാരം ചുവടെ കൊടുത്തവയിൽ ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുന്ന ഒരു വ്യക്തി ലൈംഗിക പീഡനം എന്ന കുറ്റത്തിന് കുറ്റക്കാരാക്കുന്നതാണ്. ഏതൊക്കെയാണ് പറയുന്നത്? അനഭിലഷണീയമായതും പ്രത്യക്ഷത്തിൽ ലൈംഗിക സ്വഭാവത്തോട് കൂടിയതുമായ ശാരീരിക ബന്ധമോ നീക്കങ്ങളോ നടത്തൽ, ലൈംഗിക കാര്യങ്ങൾക്കായി ആവശ്യപ്പെടുകയോ അപേക്ഷിക്കുകയോ ചെയ്താൽ ഒരു സ്ത്രീയുടെ താല്പര്യത്തിന് വിരുദ്ധമായി അക്ഷീയ ചിത്രങ്ങളും മറ്റും കാണിക്കല്, ലൈംഗിക ചുവയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തൽ എന്നിവയൊക്കെ എന്താണ് പറയുന്നത്? എന്തെങ്കിലും ഒരു പ്രവൃത്തിയാണല്ലേ, ഇങ്ങനത്തെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുന്ന ആളെയും ലൈംഗിക പീഡനം ചെയ്തതെന്നായിട്ട് കണക്കാക്കാൻ. അതായത് ഒന്നില്ലെങ്കിൽ അങ്ങനെ പെരുമാറാം, അല്ലാന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാം, ആവശ്യപ്പെടാം, അല്ലെങ്കിൽ അശ്ലീല ചിത്രങ്ങളൊക്കെ മറ്റു കാണിക്കുക, ലൈംഗിക ചുവയുടെ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ മുകളിൽ പരാമർശിച്ച പ്രവൃത്തികളിൽ 1 മുതൽ 3 വരെയുള്ളവയിൽ ഏർപ്പെടുന്നവർക്ക് 3 വർഷം വരെയാകാവുന്ന കഠിന തടവോ പിഴയോ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കാം. 3 വർഷം വരെയാണ് കഠിന തടവും പിഴയിലെ പറയുന്നത്. 4-മതായി പരാമർശിച്ച പ്രവൃത്തി 1 വർഷം വരെയാകാവുന്ന തടവോ പിഴയോ രണ്ടും കൂടിയുള്ള ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്.
അപ്പൊ സെക്ഷൻ 75 പറയുന്ന എന്താണ്, ലൈംഗിക പീഡനത്തെയും അതിനുള്ള ശിക്ഷയെയും കുറിച്ച് പ്രതിപാദിക്കുന്ന BNS വകുപ്പ് എന്ന് പറയുന്നതാണ് സെക്ഷൻ 75 എന്ന് പറയുന്നത്. അപ്പൊ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അതായത് എന്താണ്, ഒരു സ്ത്രീയുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് അശ്ലീല ചിത്രം മറ്റേ കാണിക്കുക, അല്ലെങ്കിൽ ആവശ്യപ്പെടുക, ലൈംഗിക കാര്യങ്ങൾക്കായിട്ട് ആവശ്യപ്പെടുക, ലൈംഗിക ചെയ്യുള്ള അഭിപ്രായ പ്രകടനമൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിലും ശിക്ഷ ലഭിക്കുന്നതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ സെക്ഷൻസിൽ പറയാം, ആർട്ടിക്കിൾ എപ്പോഴും വരുന്നത്. അപ്പൊ സെക്ഷൻ 68 നമ്മൾ എന്ത് ചെയ്യാണ് പറഞ്ഞത്, അധികാര സ്ഥാനത്തിരിക്കുന്ന വ്യക്തി നടത്തുന്ന ലൈംഗിക വീഴ്ചയെ കുറിച്ച് പറഞ്ഞില്ലേ. അതായത് ഒരു ഒരു സ്ഥാപനം നടത്തുന്ന ഒരു മാനേജറോ സൂപ്രണ്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അവിടുത്തെ ആവാം, അല്ലെങ്കിൽ ആശുപത്രി അധികൃതരാകാം, അല്ലെങ്കിൽ പൊതുസേവനം നടത്തുന്നവരാവാം. അവരൊക്കെയാണ് ഈ ഒരു കേസിൽ വരുന്നത്. അതിനും എന്താണ്, പിഴയും ശിക്ഷ ലഭിക്കുന്നതാണ് ജീവപര്യന്തം വരെ. സെക്ഷൻ 69 പറയുന്നത് വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെ ഒരു സ്ത്രീയെ എങ്ങനെ പ്രേരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് വിവാഹം കഴിക്കാം, ജോലി തരാം, അല്ലെങ്കിൽ പ്രൊമോഷൻ ലഭിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വഞ്ചനാപരമായ കാര്യങ്ങളോട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയും, സെക്ഷൻ 69 വരാം. ഇനി സെക്ഷൻ 70 എന്നാ പറയുന്നത് കൂട്ടബലാത്സംഗത്തെ കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 70 എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 71 പറയുന്നത് എന്തായിരുന്നു, ഈ കൂട്ടബലാത്സംഗത്തിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് നിങ്ങൾ പ്രത്യേകിച്ച് 72 പറയുന്നത്. 71 നമ്മൾ പറയുന്നതാണ് ആവർത്തിച്ച് കുറ്റം ചെയ്തവർക്കെതിരെയുള്ള ശിക്ഷയെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് സെക്ഷൻ 71 പറയുന്നത്. സെക്ഷൻ 72 പറഞ്ഞത് എന്തായിരുന്നു, ഇരകളുടെ പ്രത്യേക സ്വകാര്യത സംരക്ഷിക്കുന്നതിനെ കുറിച്ചിട്ടാണ് സെക്ഷൻ 72 പറഞ്ഞത്. അതെന്ന് പറയുന്നത് ഇപ്പൊ അവരുടെ അനുമതി ഉണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല എന്നും പറയുന്നുണ്ട് പ്രസിദ്ധീകരിക്കുന്നതുകൊണ്ട്. അതുപോലെ തന്നെ സെക്ഷൻ 73 പറഞ്ഞത് എന്തായിരുന്നു, ഈ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ആരെങ്കിലും പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ, കോടതിയുടെ നടപടികളൊക്കെ പ്രസിദ്ധീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെയുള്ള പറയുന്നതാണ് സെക്ഷൻ 73 പറയുന്നത്. അതായത് ഇപ്പം വിധിയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പറയുന്നതുകൊണ്ട്, അല്ലാന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ ശിക്ഷയും തടവൊക്കെ ലഭിക്കുന്നതാണ്. 2 വർഷമാണ് തടവ് ശിക്ഷ എന്ന് പറയുന്നത്. ഇനി സെക്ഷൻ 74 പറയുന്നത് എന്തായിരുന്നു, ഒരു സ്ത്രീക്ക് മാനഹാനി വരുത്തുക എന്ന ഉദ്ദേശത്തോടെ അവരെ ആക്രമിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ബലം പ്രയോഗിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ സെക്ഷൻ 74 വരുന്നത്. സെക്ഷൻ 75 വരുന്നത് എന്താണ്, ലൈംഗിക പീഡനത്തെയും അതിനെ കുറിച്ചുള്ള ശിക്ഷയാണ്. അതായത് ഒന്നില്ലെങ്കിൽ സംസാരത്തിലാകാം, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ചേഷ്ടയിലൂടെയാകാം, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ആവശ്യപ്പെടാം, അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അശ്വസിതങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചുള്ള കുറ്റത്തെ കുറിച്ചാണ് സെക്ഷൻ 75 പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് വരുന്ന മാതൃകാ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 68 പ്രകാരം അധികാര സ്ഥാനത്തുള്ള ഒരു വ്യക്തി തന്റെ പദവി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ത്രീയെ ലൈംഗിക വീഴ്ചയ്ക്ക് പ്രേരിപ്പിച്ചാൽ 5 വർഷത്തിൽ കുറയാത്തതും എത്ര വർഷം വരെ ആകാവുന്നതുമായ കഠിന തടവാണ് ശിക്ഷയായിട്ട് ലഭിക്കുന്നത്. നമ്മൾ പറഞ്ഞു 68 പ്രകാരം എന്ന് പറയുന്നത് എന്താണ്, 67 പറഞ്ഞത് എന്തായിരുന്നു, അധികാര സ്ഥാനത്തുള്ള വ്യക്തിയെ കുറിച്ചാണ് പറഞ്ഞത്. ആ പദവി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു സ്ത്രീ ലൈംഗിക വീഴ്ചയ്ക്ക് പ്രേരിപ്പിക്കുകയാണ്. അപ്പൊ 5 വർഷം മുതൽ എത്ര വർഷം വരെയാണ് പറഞ്ഞത്, 10 വർഷം വരെ ശിക്ഷയായിട്ട് ലഭിക്കുന്നതാണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് എന്താണ്, ജോലി വാഗ്ദാനം ചെയ്യുക, സ്ഥാനക്കയറ്റം വാഗ്ദാനം ചെയ്യുക തുടങ്ങിയ വഞ്ചനാപരമായ മാർഗങ്ങളിലൂടെ ഒരു സ്ത്രീ ലൈംഗിക വീഴ്ചയ്ക്ക് വിധേയമാക്കുന്ന കുറ്റകരമാണെന്ന് വിശദമാക്കുന്ന വകുപ്പ് ഏതാണ്, സെക്ഷൻ 69. സെക്ഷൻ 69 എന്താണ് പറഞ്ഞത്, ജോലി വാഗ്ദാനം ചെയ്യുക, സ്ഥാനക്കയറ്റം വാഗ്ദാനം ചെയ്യുക എന്നിവയ്ക്കെതിരെ അല്ലെ, ഇങ്ങനെ ചെയ്തിട്ട് വഞ്ചനാപരമായ മാർഗങ്ങളുടെ സ്ത്രീ ലൈംഗിക വീഴ്ചയ്ക്ക് വിധേയമാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ 69 പറഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, BNS സെക്ഷൻ 72 പ്രകാരം 18 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു സ്ത്രീയെ സംഘം ചേർന്ന് ബലാത്സംഗം ചെയ്യുകയാണെങ്കിൽ ആ സംഘത്തിലെ ഓരോ വ്യക്തികൾക്കും വധശിക്ഷ വരെ ശിക്ഷയായി ലഭിക്കുമെന്ന് പറയുന്ന പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ശരിയാണല്ലേ. നമ്മൾ പറഞ്ഞു 18 വയസ്സിന് താഴെയുള്ള ആള് മാത്രമല്ല, ഏതൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിലും ഒരു കൂട്ടം ചേർന്ന് ബലാത്സംഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വ്യക്തിക്കും അതിന്റെ കുറ്റം ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് എന്താണ്, സെക്ഷൻ 73 പ്രകാരം ഏതെങ്കിലും ഹൈക്കോടതിയുടെയോ സുപ്രീം കോടതിയുടെ വിധി ന്യായങ്ങൾ അച്ചടിക്കുന്നതും പ്രസിദ്ധീകരിക്കുന്നതും കുറ്റമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു കോടതി നടപടിക്രമങ്ങളാണ് പ്രസിദ്ധീകരിക്കാനായിട്ട് പാടില്ലാത്തത്, എന്നാൽ ഇത് വിധി പ്രസിദ്ധീകരിക്കുന്നതുകൊണ്ട് ഒരു കുറ്റവും ഇല്ല. അപ്പൊ ഇവിടെ പറയുന്നതാണ്, ആ പ്രസ്താവന തെറ്റാണ്. ലൈംഗിക പീഡനത്തെയോ അതിനുള്ള ശിക്ഷയെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പ് എന്ന് പറയുന്നതാണ് സെക്ഷൻ 75 ആണല്ലേ. ലൈംഗിക പീഡനത്തെയും അതിനെ കുറിച്ചുള്ള ശിക്ഷയെയും കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത് സെക്ഷൻ 75 ആണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.